ചേതക സ്കൂട്ടറുകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു യുവാവ് കോട്ടയം തിരുവാതുക്കൽ സ്വദേശി ബിലാൽ 1987 മോഡൽ മുതലുള്ള ചേതക സ്കൂട്ടറുകൾ ബിലാലിൻ്റെ കൈവശമുണ്ട്. എവിടെയെങ്കിലും വെച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ അത് കൊടുക്കുന്നോ എന്ന് ചോദിക്കുകയും പറയുന്ന വില നൽകി വാങ്ങുകയുമാണ് ബിലാലിൻ്റെ ശീലം. ബിലാലെ, എപ്പോഴാണ് ഇങ്ങനെ ഒരു ചേതക സ്കൂട്ടറുകളോടൊരു പ്രേമം തുടങ്ങുന്നത്? എപ്പോഴായിരുന്നു അത്? +1 +2 കാലഘട്ടത്തിലാണ്. അന്നേരപ്പോഴത്തേക്കിനും എൻ്റെ ചേട്ടൻ അവരുടെ വീട്ടിൽ ഈ വണ്ടി ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എല്ലായിടത്തും ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു, നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഓടിച്ച് പഠിക്കുക എന്ന് പറഞ്ഞ് തന്നു. അന്നേരം അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ഇഷ്ടം. അത് എനിക്ക് ഈ വണ്ടി കിട്ടുന്നത് തന്നെ ഒരു വണ്ടി പ്രാന്തൻ്റെ കയ്യിൽ നിന്നാണ്. അത് നമ്മുടെ സ്വന്തം അളിയൻ്റെ അടുത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം തന്നതുകൊണ്ടാണ് എനിക്കിന്ന് ഈ വണ്ടികളെല്ലാം തന്നെ കിട്ടിയത്. ഉപയോഗിക്കാൻ തന്ന വണ്ടി പിന്നീട് സ്വന്തമായി വാങ്ങുകയായിരുന്നു? അതെ 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 അതെ. അത് ഏത് മോഡൽ വണ്ടിയാ? അത് 88 മോഡൽ വണ്ടിയാണ്. 88? അതെ അതെ അതെ. ഇപ്പോഴും ആ വണ്ടി കയ്യിലുണ്ട്? ഉണ്ട്, നിലവിലുണ്ട്. അത് ഇപ്പോഴും കയ്യിലുണ്ട്. പിന്നെ അവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വണ്ടി വാങ്ങി, പിന്നെ വണ്ടി വാങ്ങലും വിൽപ്പനയും എല്ലാം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം നിലവിൽ എത്ര ചേതക്കുണ്ട് കയ്യിൽ? നിലവിൽ ഇപ്പം 5 വണ്ടിയുണ്ട്. 5 ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നാട്ടുകാർ പറയുന്നത്, ബിലാൽ നടന്നു പോകുന്ന വഴി അതിലൊരു ചേതക്ക് കണ്ടാൽ അപ്പം തന്നെ അത് അവർ ചോദിക്കുന്ന വിലയ്ക്ക് വാങ്ങുമെന്നാണ് പറയുന്നത്. അത് സംഭവം ഞാൻ പോയി മുട്ടി നോക്കും, പരമാവധി മേടിച്ചെടുക്കാൻ നോക്കും. അങ്ങനെ അപ്പോൾ ആദ്യം ഒരു ക്രൈസിന് തുടങ്ങിയതാണ്, പിന്നീട് വാഹനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ വിൽപ്പനയിലേക്ക് കടന്നല്ലേ? അതെ 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 അതെ, അങ്ങനെ തന്നെ പറയാം. മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട് ഈ വാഹനം? മൈലേജ്, അതായത് നമ്മൾ പയ്യെ ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. അതേസമയം നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മൈലേജ് കുറയും, നല്ലപോലെ കുറയും. സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാനുണ്ടോ? സ്പെയർ പാർട്സ് എല്ലാം ഉണ്ട്, A to Z സാധനം ഉണ്ട്, നമുക്ക് കിട്ടും അല്ലേ? അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു കോട്ടയം ജില്ലയിലെ ഇത്തരം സ്കൂട്ടറുകളുടെ ഒരു ക്ലബ്ബ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, കോട്ടയം ക്ലാസിക് സ്കൂട്ടേഴ്സ് ക്ലബ്ബ്, അത് നമ്മുടെ ക്ലബ്ബാണ്. അതിൽ 133ഓളം മെമ്പേഴ്സ് ഉണ്ട് നിലവിൽ. ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമാണ്. 133-ലധികം സ്കൂട്ടേഴ്സ് ഉണ്ട് ഇപ്പം നിലവിൽ. പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഉണ്ട് ഉണ്ട് ഉണ്ട്. പൊതുവെ ഇത്തരം വാഹനങ്ങൾക്ക് വലിയ വിലയല്ലേ ഇപ്പം? അതെ അതെ, നിലവിൽ നല്ല വിലയുണ്ട്. ഇപ്പം 2 സ്ട്രോക്ക് വണ്ടികൾക്കെല്ലാം നല്ല ഡിമാൻഡുമാണ്, നല്ല റേറ്റുമാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ. ഡിമാൻഡുണ്ട്, നിലവിൽ നല്ല ഡിമാൻഡുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലഭ്യത വളരെ കുറവാണ്, പഴയ പോലെ അല്ല. ഇപ്പോൾ പഴയ പോലെ വണ്ടികൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കിട്ടാനില്ല. ഉള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം ഈ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് കൊടുക്കത്തുമില്ല. അവരും അത് സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. എവിടെ കണ്ടാലും ചേതക്കുകൾ വിൽക്കുന്നു എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ അങ്ങനെ ചോദിച്ചപ്പോൾ രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അത് ഞങ്ങളുടെ പഴയ വീടിൻ്റെ അടുത്ത് വെച്ചായിരുന്നു. അപ്പം അവിടെ ഒരു അങ്കിളുണ്ട്. പുള്ളിയുടെ അടുത്ത് ഞാൻ നൈസായിട്ട് പോയിട്ട് വണ്ടി കൊടുക്കുന്നോ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു, അതായത് ഇന്നപോലെ മോനെ, പലരും വന്ന് വണ്ടി നമ്മുടെ അടുത്ത് ചോദിക്കും, ഒരു കാരണം വെച്ചാലും കൊടുക്കരുത്. ഞാൻ പിന്നെ അത് ചോദിക്കാനേ പോയില്ല. താങ്കൾ അങ്ങോട്ട് ഇത് ചോദിക്കാൻ വേണ്ടി പോയതാണ്? അതെ അതെ അതെ. അന്നേരപ്പോഴാണ് അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ താങ്കളെ കുറിച്ച് മുമ്പ് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ താങ്കൾ ചെന്ന് തന്നെ അതിനാണെന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം ആദ്യമേ ഈ ഡയലോഗ് പറഞ്ഞത്. അതെ അതെ അതെ, അതാണെന്ന് തോന്നുന്നു. അന്നേരപ്പോഴത്തേക്കിനും പക്ഷേങ്കിൽ പുള്ളിയുടെ ഇരിക്കുന്ന വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വിൻറ്റേജ് ആണ്. പിന്നെ നല്ല അതായത് അദ്ദേഹം ആ വണ്ടി യൂസ് ചെയ്യുന്നത് തന്നെ ഒരു വേറൊരു സ്റ്റൈലിലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കത് ആ വണ്ടിയോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. അപ്പം അങ്ങനെ ഞാൻ പുള്ളിയെ അപ്രോച്ച് ചെയ്തതാണ്. പക്ഷേ എങ്കിൽ അത് വർക്കൗട്ടായില്ല, പാളിപ്പോയി. അതെ അതെ അതെ. ഈ ബിലാലിന്റെ പേരിന് മുമ്പിൽ തന്നെ ഇപ്പൊ ഈ ചേതക്കിനോടുള്ള ഇഷ്ടം കാരണം ചില ആളുകൾ ചേതക്ക് ബിലാൽ എന്ന് വിളിച്ചു തുടങ്ങിയെന്ന് പറയുന്നു. അതെ അതെ അതെ, അത് ഞാൻ ഈയിടയ്ക്കാണ് അറിയുന്നത്. ഇതിപ്പം എല്ലാവരും അങ്ങനെ ഒരു പേരും ഉണ്ട്, അങ്ങനെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. ഇതിന്റെ സ്പെയർ പാർട്സ് പൊതുവെ കേരളത്തിൽ ഇത്തരം വാഹനങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ സ്പെയർ പാർട്സ് ഒക്കെ എവിടെ നിന്നാണ് അപ്പോൾ വാങ്ങുന്നത്? സ്പെയർ പാർട്സ് എനിക്ക് ചെറിയ രീതിയിൽ സ്പെയർ പാർട്സിൻ്റെ പരിപാടിയുണ്ട്. കൂടുതലായിട്ടും മഹാരാഷ്ട്ര, പിന്നെ അതുപോലെ പഞ്ചാബ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുത്തിക്കുന്നത്. അതെ 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 അതെ. താങ്കൾക്ക് സ്പെയർ പാർട്സ് കച്ചവടം ഉണ്ട്, ചെറിയ രീതിക്കുണ്ട്. ചേതക്കിന്റെ? അതെ അതെ, ചേതക്കിന്റെ മാത്രം. അപ്പോൾ ഈ ചേതക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു പഴയ കാലത്തിൻ്റെ ഒരു വലിയ ഓർമ്മയാണ് മനസ്സിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഇതിങ്ങനെ ചരിച്ചിട്ടിട്ടൊക്കെയല്ല സ്റ്റാർട്ടാക്കുന്നത്. നമ്മൾ നോർമലി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ചരിച്ചിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മളിപ്പം രാവിലെ എടുക്കുമ്പോഴത്തേക്കിനും ജസ്റ്റ് ചെരിക്കണം, ചെരിച്ചെങ്കിലേ ഉള്ളൂ പെട്രോൾ കറക്റ്റായിട്ട് ഇറങ്ങത്തുള്ളൂ.
പെട്രോൾ കറക്റ്റായിട്ട് ഇറങ്ങിയെങ്കിലേ ഉള്ളൂ നമ്മൾ കിക്ക് ചെയ്താൽ സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചെരിക്കുന്നത്. ചെരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചാൽ മതി, കിക്കർ അടിച്ചാൽ സ്റ്റാർട്ട് ആവും. അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കോ ഈ വണ്ടി? ഇതിന്റെ ഒരു സൗണ്ട് എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അത്രത്തോളം മനോഹരമായ ഒരു സൗണ്ടാണ്. ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കുറേ വർഷം പുറകിലേക്ക് പോകും. ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം എന്തായാലും. അത് തന്നെ, ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പ്രത്യേക ഫീൽ ആണല്ലേ? അതെ അതെ അതെ. ഈ ചേതക്ക് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഏറ്റവും ദൂരം എവിടെ വരെയാണ് യാത്ര ചെയ്തേക്കുന്നത്? ആദ്യമായിട്ട് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരിയിലോട്ടാണ് പോയത് ഒരു റൈഡ്. അത് അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. അപ്പം തന്നെ നമുക്കൊരു നല്ല കോൺഫിഡൻസ് ആയി, ഇതുകൊണ്ട് പോകാൻ പറ്റും. അന്നേരപ്പോഴാണെങ്കിൽ പോലും ആൾക്കാർ കുറേ എന്താ പറയുന്നത്, പുച്ഛിക്കലും കളിയാക്കലും ഒക്കെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമ്മളത് ചെയ്ത് കാണിച്ചു. അന്നേരപ്പോഴത്തേക്കിനും അവിടെ നിന്ന് തുടങ്ങി കന്യാകുമാരി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലപ്പുറം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മംഗലാപുരം പോയിട്ടുണ്ട്. കോട്ടയത്ത് നീ സ്കൂട്ടർ ഓടിച്ച് പോയിട്ടുണ്ട്? അതെ അതെ, പോയിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ കൊടൈക്കനാൽ പോയിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. വീട്ടുകാരുടെ ഒക്കെ ഒരു സപ്പോർട്ട് എന്തായിരുന്നു ആദ്യം ഈ ഒരു ചേതക സ്കൂട്ടറിലേക്ക് വന്നപ്പോൾ? ആദ്യമേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനായി പഴയ വണ്ടി എടുക്കുന്നത്, നമുക്ക് പുതിയ വണ്ടി പോരെ, വെറുതെ ഇത് പിന്നെ പണിയാവും, കുറേ കാശൊക്കെ പോകത്തില്ലേ നിനക്ക്, എന്തുകൊണ്ട് ഞങ്ങൾ പുതിയൊരു വണ്ടി, അതായത് CBR ഓഫർ ചെയ്തത്, പുതിയ വണ്ടി തന്നെ നമുക്ക് എടുത്തു തരാം എന്നുള്ള രീതി പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഇന്ന പോലെ ഈ വണ്ടി തന്നെ മതി, എനിക്ക് വേറെ വണ്ടി വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ തന്നെ ഫിക്സ് ആയിട്ട് നിന്നു. അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി സ്വന്തമാക്കുന്നത്. ആദ്യം അങ്ങനെ വാശി പിടിച്ചാണ്. അതെ അതെ അതെ, 87 മോഡൽ സ്വന്തമാക്കി വാങ്ങുന്നത്. അതെ അതെ, അത് വീട്ടുകാരുടെ പൈസക്കാണ് വാങ്ങിയത്. ഒരുപാട് ആളുകൾ ഇത്തരം വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് താങ്കളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ താങ്കൾക്ക് ഈ മേഖലയുമായി കുറേ ബന്ധങ്ങളുണ്ട്, ഒപ്പം വാഹനങ്ങൾ കൈവശമുണ്ട്, താങ്കളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂട്ടർ ക്ലബിൻ്റെ പേജുണ്ട്, അത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും വളരെയധികം സജീവമാണ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ജസ്റ്റ് ഇട്ടാൽ മതി, നമ്മളപ്പോൾ തന്നെ അത് തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ നമ്പർ 8129029608 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ബിലാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറുകളുടെയും വിശേഷങ്ങൾ. കോട്ടയം തിരുവാതുക്കൽ സ്വദേശിയാണ്. +2 പഠിക്കുന്ന സമയത്ത് ഒരാൾ ഉപയോഗിക്കാൻ കൊടുത്താണ് സ്കൂട്ടർ. പിന്നീട് ആ സ്കൂട്ടർ സ്വന്തമാക്കുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ സ്കൂട്ടറിനോട്, ചേതക്ക സ്കൂട്ടറിനോട് ഒരു ഇഷ്ടം തോന്നുന്നു, ഒരു പ്രണയം തോന്നുന്നു. പിന്നീട് നിരവധി ചേതക്ക സ്കൂട്ടറുകൾ അദ്ദേഹം വാങ്ങിക്കൂട്ടി. ഒരു പരിധിയിൽ കൂടുതലായപ്പോൾ പിന്നീട് ഓരോന്നോരോന്ന് വിറ്റ് തുടങ്ങി. ഇപ്പോൾ ഒരു ചേതക്ക് കച്ചവടക്കാരൻ കൂടിയാണ് അദ്ദേഹം. ചേതക്ക് സ്കൂട്ടറുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും വലിയ ഡിമാൻഡാണ് ഈ വാഹനങ്ങൾക്ക്. ഇത് കിട്ടാനില്ല എന്നാണ് ബിലാൽ പറയുന്നത്. കോട്ടയത്തു നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.